വീട്ടിലൊരു സോളാർ സിസ്റ്റം ഉള്ളവരെ സംബന്ധിച്ചും ഇനി സോളാർ സിസ്റ്റം വീട്ടിൽ വയ്ക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചും 2025 ചില നിയമമാറ്റങ്ങൾ അത്രയും സന്തോഷകരമായ കാര്യങ്ങളായിരിക്കില്ല. നിങ്ങളിപ്പോൾ ചില വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന പല രീതിയിലുള്ള നിയമമാറ്റങ്ങൾ വരാൻ പോവുകയാണ്. പക്ഷേ ആ ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ മാറ്റങ്ങളുണ്ട് നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് എന്തായാലും വിശദമായിട്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു പോംവഴിയുമുണ്ട്. അതും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ വീട്ടിൽ സോളാർ സിസ്റ്റം വച്ചിരിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന വിഷമകരമായ ആ നിയമങ്ങളെപ്പറ്റി, അതായത് നിയമമാറ്റങ്ങളെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സോളാർ മേഖലയിൽ തുടക്ക കാലഘട്ടം തൊട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇവർ തന്നെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ സോളാർ വച്ചിട്ടുള്ളവരെ സംബന്ധിച്ചും വയ്ക്കാൻ പോകുന്നവരെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്ന ആ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് മധുസാറാണ്. അപ്പോൾ അദ്ദേഹം സോളാർ ഇൻസ്പെക്ടറാണ്, സോളാറിൻ്റെ ട്രെയിനേഴ്സിൻ്റെ ട്രെയിനറാണ്, പിന്നെ സോളാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്ന ആ പുതിയ മാറ്റങ്ങൾ? അപ്പോൾ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഒക്ടോബർ 1 തൊട്ട് KSCRC കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു കരട് റെഗുലേഷൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സോളാർ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ അധികമായിട്ട് ഉള്ള ഒരു സംഭവമാണ്. അതെ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വൈദ്യുതിക്ക് നല്ലൊരു മൂല്യം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. അതെ. ഓക്കെ. ഇതുവരെ ഉണ്ടായിരുന്നത് നെറ്റ് മീറ്ററിംഗ് സംവിധാനമാണ്. അതായത് 1000 കിലോവാട്ട് വരെ നമുക്ക് നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. അപ്പൊ നെറ്റ് മീറ്ററിംഗിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വൈദ്യുതി അതൊരു നല്ല ഒരു ഹയർ മൂല്യമാണ് അതിന് കിട്ടുക. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന അതേ മൂല്യത്തിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പിടിച്ചോണ്ടിരുന്നത്. അതായത് ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മൾ എത്രയാണോ നമ്മൾ മേടിക്കുന്നത് അതേ മൂല്യത്തിൽ തന്നെയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. അതാണ് നെറ്റ് മീറ്ററിംഗ്. അപ്പൊ ഈ പുതിയ റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 കിലോവാട്ട് വരെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ നെറ്റ് മീറ്ററിംഗ് സാധിക്കുള്ളൂ. അതുവരെ പരിമിതിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിലേക്കുള്ള ആൾക്കാർക്ക് നെറ്റ് ബില്ലിംഗ് ആണുള്ളത്. അപ്പൊ നെറ്റ് ബില്ലിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിക്ക് കുറഞ്ഞ വില, അതായത് 2 രൂപ താഴെ. ഇനി നമ്മൾ മേടിക്കുന്ന വൈദ്യുതി, അതായത് KSEB എടുക്കുന്ന വൈദ്യുതിക്ക് ഒരു 10 രൂപ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കുന്ന വൈദ്യുതി, മേടിക്കുന്ന വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് മേടിക്കുന്നു. അപ്പൊ നമുക്ക് ഈ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടാനായിട്ട് കുറെ അധികം സമയമെടുക്കും. അപ്പം മുന്നേ നമുക്കൊരു 4 കൊല്ലം കൊണ്ട് നമ്മുടെ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുമെങ്കിൽ ഇപ്പൊ ഈ പുതിയ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഒരു 18 കൊല്ലമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇത് അട്രാക്റ്റീവ് അല്ലാതെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ കൂടുതൽ ആൾക്കാരും വെച്ചേക്കണത് 5 കിലോവാട്ട് ആയിരിക്കുമല്ലോ അല്ലേ ഇപ്പൊ എല്ലാവരും? ഇപ്പൊ 5 കിലോവാട്ട് ആണ് ആൾക്കാർക്ക് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം EV ഉണ്ട്, അതുപോലെ തന്നെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും AC വെച്ചോണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാ വീടുകളിലും AC ഉണ്ട്. സാധാരണക്കാരൻ മേടിച്ച് വെക്കുന്നത് AC തന്നെയാണ്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഓടിക്കും. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഗ്യാസ് മാറ്റി ഇൻഡക്ഷൻ കുക്കറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വരുമ്പോൾ അവർ ഗ്യാസും സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ട്രാൻസിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാധാരണക്കാരന്റെ ലെവലിലേക്കും ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റും ഇതിന് നന്നായിട്ട്, സെൻട്രൽ ഗവൺമെന്റ് ഇതിന് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സബ്സിഡിയും തരുന്നത്. അതുപോലെ തന്നെ ലോണും തരുന്നുണ്ട്. ലോൺ നമുക്ക് 5.5% ലോൺ തരുന്നത്. അത് സോളാറിന് മാത്രമേ അത്രയുള്ള ലോൺ ഉള്ളൂ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇത് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അതായത് ഇപ്പൊ നമ്മളിപ്പോ വേനൽക്കാലത്ത് AC വെക്കാന്ന് വെച്ചിട്ട് സോളാർ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇനിയിപ്പോ സർക്കാരിന് അല്ല KSEBക്ക് അധികം പൈസ കൊടുക്കേണ്ടി വരും. നമ്മുടെ ഈ സോളാർ വെച്ചതിന്റെ മുടക്ക് മുതൽ കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇതാണ്. അതെ. ഇപ്പോൾ മധുസാർ പറഞ്ഞത് മാത്രമല്ല സോളാർ വയ്ക്കാൻ പോകുന്നവരെ സംബന്ധിച്ചും സോളാർ വച്ചവരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടിലാക്കുന്ന നിയമമാറ്റങ്ങൾ ഇനിയും ഒട്ടേറെയുണ്ട്. അപ്പോൾ അത് നമ്മളോട് പറഞ്ഞുതരാൻ ഒപ്പം ഉള്ളത് ഫയാസാണ്. ഇദ്ദേഹവും സോളാർ മേഖലയിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി മറ്റു മാറ്റങ്ങൾ വരാൻ പോകുന്നത്? മധുസാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ നമുക്ക് 1000 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് സംവിധാനമാണ് ഉണ്ടായിരുന്നത്. നെറ്റ് മീറ്ററിംഗ് സംവിധാനം മധുസാർ വിശദമായി പറഞ്ഞതിൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ 3 കിലോവാട്ടിൽ മുതൽ 5 കിലോവാട്ട് വരെ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ വെക്കുന്ന ഒരു കപ്പാസിറ്റിയാണ് 5 കിലോവാട്ട്.
അത് വെക്കാൻ പോലും ഇനി ബാറ്ററി നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് മീറ്ററിംഗ് സംവിധാനം കിട്ടുകയുള്ളൂ. അപ്പൊ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കിലോ വാട്ടിന് നിലവിൽ ഏകദേശം 2.25 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ മാത്രമാണ് ചെലവ് വരുന്നത് സബ്സിഡി കഴിഞ്ഞിട്ട്. ബാറ്ററിയും ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ മുതലായ എക്സ്ട്രാ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപ കൂടുതലായിട്ട് ചെലവാക്കേണ്ടി വരും. 90%, അതെ, ഏകദേശം ഇരട്ടിയോളം ചെലവ് വരികയാണ് സിസ്റ്റത്തിന്. ഇപ്പോൾ നിലവിൽ 4 കൊല്ലം കൊണ്ടൊക്കെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മുടക്ക് മുതൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതിൽ വിട്ട് 8 മുതൽ 9 വർഷം എടുക്കും ബാറ്ററിയോട് കൂടി നമുക്ക് ഇതേ സോളാർ പവർ പ്ലാന്റിൽ നമ്മൾ മുതൽ മുടക്കുന്ന കാശ് തിരിച്ചു കിട്ടുവാൻ വേണ്ടി. അപ്പൊ ബാറ്ററി കംപ്ലൈന്റ് ആവില്ലേ? ബാറ്ററിക്ക് കംപ്ലൈന്റ് വളരെ കൂടുതലാണ്, മെയിൻ്റനൻസിന് വളരെ സാധ്യത കൂടുതലാണ്. ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മൾ സോളാറിന്റെ ഒരു പ്രത്യേകത, ഓൺ ഗ്രിഡ് സോളാറിന്റെ പൊതുവെ നമ്മൾ പറയുന്ന പ്രത്യേകത 25 വർഷം ലൈഫുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. താരതമ്യേന മെയിൻ്റനൻസോ കംപ്ലൈന്റുകളോ ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ബാറ്ററിക്ക് പരമാവധി 7 വർഷം 8 വർഷമൊക്കെ ലൈഫും, അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബാറ്ററി മാറ്റാനുള്ള ചെലവൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുടക്ക് മുതൽ തിരിച്ച് കിട്ടുന്ന സമയമാകുമ്പോൾ തന്നെ ബാറ്ററിയുടെ ലൈഫ് കഴിയും, വീണ്ടും നല്ലൊരു തുക ബാറ്ററി മാറ്റാൻ വേണ്ടി ചെലവാക്കേണ്ട സാഹചര്യം വരികയും ചെയ്യും. ഇത് സർവ്വസാധാരണമായിട്ട് ഇപ്പൊ 5 കിലോ വാട്ട് വെക്കുന്നുണ്ട് ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരും, ഊബർ ഓടിക്കുന്ന ആൾക്കാരും, ഇലക്ട്രിക് ആയിട്ടുള്ള സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ എയർ കണ്ടീഷണേഴ്സ്, നമുക്കറിയാം കേരളത്തിലൊക്കെ റെക്കോർഡ് എയർ കണ്ടീഷണേഴ്സിന്റെ സെയിലാണ് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ AC വാങ്ങുന്നത്. പണ്ട് AC വാങ്ങിക്കുന്നവരൊക്കെ കാശുള്ളവരൊക്കെ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ വെക്കുന്നത് സർവ്വസാധാരണ ആളുകളാണ്. ഇപ്പൊ സോളാറും വെക്കുന്നു, AC വാങ്ങിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് 5 കിലോ വാട്ട് അത്തരക്കാർക്ക് ഇനി അപ്രാപ്യമാകുന്ന ലെവലിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോളാർ വെക്കുന്നവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനങ്ങൾ അത് ഇനിയുമുണ്ട്. അപ്പോൾ അത് പറഞ്ഞുതരാൻ നമ്മളൊപ്പം ഉള്ളത് ജെയിംസ് മാത്യു ആണ്. അദ്ദേഹം ഈ ഒരു മേഖലയിലെ പ്രഗത്ഭനാണ്. കോട്ടയത്താണ്